സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും വീണ്ടും എന്താ ഐ ലവ് യു. വീണ്ടും ഐ ലവ് യു. ഇതെന്താ ലവ്. ലവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അല്ലേ? ലവ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു സ്നേഹം. അല്ലെങ്കിൽ ഇവിടുത്തെ ലവ് എന്താ? ഇവിടുത്തെ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ലവ് എന്താ? സ്നേഹമല്ല, സ്നേഹിക്കുക അല്ലെ? സ്നേഹിക്കുന്നു. ഇവിടെ ലവ് എന്ന് പറഞ്ഞത് സ്നേഹിക്കുന്നു എന്ന പ്രവൃത്തിയാണ്. ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം അല്ലെ? അത് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു ഇമോഷന്റെ പേരാണ്. പേര് ഇമോഷന്റെ പേരാണ്. അങ്ങനെ കുറെ പേരുകളുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ? എങ്ങനെ പേരുകളുടെ കാര്യം പറഞ്ഞേ? വ്യക്തികളുടെ പേരുകൾ. യദു, യദുകൃഷ്ണ, അനന്തകൃഷ്ണ, പിന്നെ ഹരി, രാജൻ. ഇതെല്ലാം അങ്ങനെ കുറെ വ്യക്തികളുടെ പേര്. വ്യക്തികൾക്ക് എന്താ പറയുന്നേ? പേഴ്സൺസ്. പേഴ്സൺസ് നെയിംസ്. വ്യക്തികളുടെ പേര് അല്ലേ? അതുപോലെ പിന്നെ എന്താ പേരുള്ളേ? പ്ലേസ്, സ്ഥലങ്ങളുടെ പേര്. അച്ഛാ പേരിനെ പറ്റിയാ പറഞ്ഞ. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അത് നമ്മുടെ ഒരു വികാരത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ വേറെ പേരുകൾ ഇഷ്ടം പോലെ ഇല്ലേ? എന്തൊക്കെയാ? വ്യക്തികളുടെ പേര്. വ്യക്തികളുടെ പേര് എക്സാമ്പിൾ പറയൂ. ശശി, പിന്നെ സുമതി, സുധാകരൻ, പിന്നെ സനിൽ, പിന്നെ അങ്ങനെ കുറെ വ്യക്തികളുടെ പേരുണ്ട്. അതുപോലെ പ്ലേസ്. പ്ലേസിന്റെ പേര് പറയൂ. പുൽപ്പള്ളി, ബത്തേരി, കോഴിക്കോട്, മൂന്നാറ്, പിന്നെന്താ വേറെന്താ പ്ലേസിന്റെ പേര്? ബാംഗ്ലൂർ, മൈസൂർ. അതെല്ലാം പ്ലേസിന്റെ പേരാണ്. അതുപോലെ തന്നെ സ്കൂൾ, ഓഫീസ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരല്ലേ? അല്ലേ? ഹൗസ്, ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരല്ലേ? അതെല്ലാം ഈ പേരിൽ പെടുന്നല്ലേ? അല്ലേ? പ്ലേസ്. അതുപോലെ തിങ്സ്. തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാധനങ്ങള്. ബാഗ്, ഫോണ്, പെന്ന്, പെൻസില്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിന്റെ എല്ലാം പേരുകളാണ് അല്ലേ? വ്യക്തികളുടെ പേര് പറഞ്ഞു, ആളുകളുടെ പേര്, പിന്നെ ഓരോ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു, പിന്നെന്താ തിങ്സിന്റെ പേരുകള്, പിന്നെ എന്താ ലവ്, ആംഗ്രി. ഇതെല്ലാം നമ്മുടെ ഇമോഷൻസിന്റെ പേരുകളാണ് അല്ലേ? ഇമോഷൻസ്. അതുപോലെ തന്നെ വേണം കുഞ്ഞു ജീവികളുടെ മൈക്രോ ഓർഗാനിസംസ്, വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെയുള്ള ചെറിയ ജീവികളുടെ പേരുകൾ. ഇങ്ങനെയുള്ള എല്ലാ പേരുകൾക്കും കൂടെ കൂടി പറയുന്ന പേരായിരുന്നു എന്ത്? അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പൊ നൗൺ മറക്കരുത്. ഇങ്ങനെയുള്ള എല്ലാ പേരുകൾക്കും കൂടെ പറയുന്നതാണ്. എന്തൊക്കെ പേരുകളായിരുന്നു? പേഴ്സൺസ്. പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ അയാളുടെ വ്യക്തിപരമായ പേര് മാത്രമാണെന്നില്ല, ഒരു ഗ്രൂപ്പിന്റെ പേര്. ടീച്ചർ, ഒരു അധ്യാപകന് സ്പെഷ്യൽ പേരുണ്ടാവും. അതുകൂടാതെ ടീച്ചർ അല്ലേ? ഡോക്ടർ, ലോയർ, അതുമെല്ലാം പേഴ്സൺ ആ ഒരു വകുപ്പിൽ പെടുന്നുണ്ട് അല്ലേ? അതും പേരാണ്. അങ്ങനെയുള്ള എല്ലാ പേരുകൾക്കും കൂടി നമ്മൾ പറഞ്ഞ പേരാണ് നൗൺ. അപ്പൊ ഈ ലവ് എന്ന് പറഞ്ഞത്, ലവ് എന്ന് പറയുന്നത് ഒരു എന്താണ്? പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ ഒരു പേരുമാണ്. നൗണാണ്. നൗൺ മനസ്സിലായോ? നൗൺ. അപ്പോ ഈ നൗണിന് പകരമായി, നൗണിന് പ്രോ ആയി നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അതെന്തൊക്കെയായിരുന്നു? അതാണ് പ്രൊനൗൺ. കുറേ ഉണ്ട് അല്ലേ? കുറേ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതൊക്കെ പ്രൊനൗൺ ആയിരുന്നു? വ്യക്തികളുടെ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊനൗൺസിനെ പറ്റിയായിരുന്നു അല്ലേ? വ്യക്തികളുടെ പേരിനെ പറ്റി. ഐ ലവ് യുല് ആദ്യത്തെ പ്രൊനൗൺ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ഐ. രണ്ടാമത്തത്
ഐ ലവ് ആണോ? യു പറഞ്ഞു. പിന്നെ പിന്നെ ഐയും പറഞ്ഞു, വിയും പറഞ്ഞു. ഐ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, വി എന്ന് പറഞ്ഞാല് രണ്ട് പേരുണ്ട്. പിന്നത്തെ പ്രൊനൗൺ പറഞ്ഞു യു അല്ലേ. പിന്നെ പറഞ്ഞത് എന്താ? ഹി, ഷീ അല്ലേ. അതുപോലെ ഹീന്റെ ഷീന്റെ പ്രത്യേകത എന്താ? ആണും പെണ്ണും ആണ്. പക്ഷെ അവര് ഓരോരുത്തരേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്ന് പറയും അല്ലേ. അതുപോലെ ഇതൊക്കെ ആളുകളാണെങ്കിലാണ് പറയുന്നത്. എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ നമ്മൾ ഹി, വി എന്ന് പറയോ, ഷീ എന്ന് പറയോ, ദേ എന്ന് പറയോ? ഇല്ല. അങ്ങനെ തിങ്സിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗണാണ് ഇറ്റ് അല്ലേ. കുറെ പ്രൊനൗൺസ് ഉണ്ട്, നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം നോക്കാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങള് മനസ്സിലൊന്ന് ഓർത്തു വെക്കുക. ഏതൊക്കെയായിരുന്നു? ഐ, വി, യു, ഹി, ഷീ, ദേ, ഇറ്റ്. ഓക്കെ, ഇത്ര നമുക്ക് അറിയാവുന്ന, ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്? നൗണിന്, ഈ നൗണിന് പകരമായിട്ട് നമ്മള് ഉപയോഗിക്കുന്നത്. ഇപ്പൊ രാജൻ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം? അയാൾ എന്ന് ഉപയോഗിക്കത്തില്ലേ? അയാൾ. ഇറ്റ് എന്ന് പറയോ? ഹി എന്ന് പറയാം. സുമതി, സുമതി എന്നുള്ളതിന് പകരം ഹി എന്ന് പറയോ? ദേ എന്ന് പറയോ? വി എന്ന് പറയോ? ഹി എന്നാണോ പറയുന്നത്? ഷീ അല്ലേ. നീ എന്നതിന് പകരം നീ എന്ന് പറഞ്ഞാൽ നിനക്കൊരു പേരുണ്ട്, ആ പേരിന് പകരം നമുക്ക് യു എന്ന് ഉപയോഗിക്കാം അല്ലേ. അല്ലേ. ഞങ്ങൾ, എന്റെ പേര് സനിലാണ്, എന്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ എന്റെ പേര് പറയേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ പറയുന്നതിന് പകരം നമുക്ക് വി എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും സംഭവങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഐ ലവിലേക്ക് വരാം. ഓക്കെ, ഐ ലവ് യു. ഇവിടെ സ്നേഹിക്കുന്നത് ആരാ? ആരാ സ്നേഹിക്കുന്നേ? ഐ. ഐ ആണ് സ്നേഹിക്കുന്നത്. ഐ എന്ത് ചെയ്യുന്നു? ഐ ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? പ്രവൃത്തി എന്താ? പ്രവൃത്തി ഇംഗ്ലീഷിൽ വെർബ് എന്നൊക്കെ പറയാം കേട്ടാ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? സ്നേഹിക്കുന്നു. ആരെ? നിന്നെ. ആരെ? നിന്നെ. ഇല്ല, നിങ്ങളെ. ശരിയല്ലേ? അപ്പൊ സ്നേഹിക്കുന്ന വ്യക്തി ആരാ? ഐ. ഞാനാണ്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട, അതിനകത്ത് സബ്ജക്റ്റ് ആയിട്ടുള്ള ആളാരാണ്? ഞാനാണ്. ഞാനല്ല സ്നേഹിക്കുന്നേ. ഷീ loves me. She loves me. She എന്ന് പറഞ്ഞാ ഒരു പേരുണ്ട്. അവൾ loves സ്നേഹിക്കുന്നു. മീ എന്ന് പറഞ്ഞാല് എന്നെ. ഓക്കെ, ആദ്യത്തേല് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തേല് അവൾ സ്നേഹിക്കുന്നു. ആരെ? എന്നെ. ഇവിടെ സ്നേഹിക്കുന്നത് ആരാ? ഈ ലവ് എന്ന് പറഞ്ഞ വെർബ് ചെയ്യുന്നത് ആരാ? ആരാ? ഞാനാണോ? അവൾ അല്ലെ. അവളാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ആദ്യത്തേല് ഞാനാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഇനി നോക്കിയോ, നമ്മൾ പറഞ്ഞ ഹി, അവനൊന്ന് സ്നേഹിക്കട്ടെ. ഹി ലവ്സ് യു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതില് മെയിൻ ആയിട്ട് ചെയ്യുന്ന, പ്രവൃത്തി ചെയ്യുന്ന സബ്ജക്റ്റ് ആരാണ്? മെയിൻ ആയിട്ടുള്ള ആളാരാണ്? ഈ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് മെയിൻ ആയിട്ടുള്ള ആള്, സബ്ജക്റ്റ് ആയിട്ടുള്ള ആള് അല്ലേ. പ്രവൃത്തി ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രവൃത്തി, ലവ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നത് ആരാ? അയാളാണ് മെയിൻ ആയിട്ടുള്ള ആള്, സബ്ജക്റ്റ് ആയിട്ടുള്ള ആള്. അതാരായിരുന്നു? അവൻ. അപ്പൊ അവനാണ് ഇതിനകത്തെ എന്ത്? സബ്ജക്റ്റ് എന്ന് വേണേ പറയാം. അവനല്ലേ ഈ സ്നേഹിക്കുന്നേ. അവൾ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട ആളാരാ? സബ്ജക്റ്റ് ആരാ?
ഷീ ഷീ അല്ലേ, അവളല്ലേ സ്നേഹിക്കുന്നത്. ഐ ലവ് യു. അതിനകത്തെ പ്രധാനപ്പെട്ട ആളുടെ സബ്ജക്റ്റ് ആരാണ്? ഞങ്ങളാണ്. ഐ ലവ് യു. അതുപോലെ ഹീ പറഞ്ഞു, ഷീ പറഞ്ഞു, ഐ പറഞ്ഞു. എന്നാ വി ആണെങ്കിലോ? വി ലവ് ദം. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. വി ലവ്. ഇതിനകത്ത് ഈ പ്രവൃത്തി ഏതാ? ലവ് എന്ന് പറഞ്ഞ കാര്യമാണ് അല്ലെ. വെർബ് ലവ് ആണ്. ഇത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് സബ്ജക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ആരാണ്? ആരാ ചെയ്യുന്നേ? അവരാണോ ചെയ്യുന്നേ? വി. ഓക്കെ. ദേ ലവ് അസ്. ദേ എന്ന് പറഞ്ഞാ അവൻ, അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു. ദേ ലവ് അസ്. ഇവിടെ ആരാ ഈ പ്രവൃത്തി ചെയ്യുന്നത്? ലവ് എന്ന് പറഞ്ഞ പ്രവൃത്തി ആരാ ചെയ്യുന്നത്? സബ്ജക്റ്റ് ആരാ? ആരാ? അവര്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആള്, ഈ പ്രവൃത്തി മെയിൻ ആയിട്ട് ചെയ്യുന്ന ആള്, അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മള് ഐ പറഞ്ഞു, യു പറഞ്ഞില്ലല്ലോ. യു ലവ് ഹർ. നീ അവളെ സ്നേഹിക്കുന്നു. പ്രവൃത്തി ചെയ്യുന്ന അവളാണോ? അവളാണോ ചെയ്യുന്നേ? പിന്നെ ആരാ? യു. നീയാണ്, നിങ്ങളാണ് ചെയ്യുന്നത്. യു ലവ് ഹർ. പ്രവൃത്തി ചെയ്യുന്ന ആള് യു ആണ്. അപ്പൊ യുവിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? മെയിൻ ആയിട്ടുള്ള ആളല്ലേ. വേണം നമുക്ക് എന്തെന്ന് പറയാം? സബ്ജക്റ്റ് എന്ന് വേണം പറയത്തില്ലേ? സബ്ജക്റ്റ് എന്ന് വേണം പറയത്തില്ലേ? അപ്പൊ ഇതിനകത്ത് പ്രവൃത്തി ഏതാ? ഇതിലെല്ലാത്തിലെയും പ്രവൃത്തി ഏതാ? ഇതിലെല്ലാത്തിലെയും പ്രവൃത്തി ഏതാ? ലവ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇവരെല്ലാം എന്താ ചെയ്യുന്നേ? സ്നേഹിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോ സബ്ജക്റ്റ് കിട്ടി. ലവ് എന്ന് പറഞ്ഞ എന്താ സംഭവം? പ്രവൃത്തി. പ്രവൃത്തിക്ക് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷില് വെർബ് എന്നൊക്കെ പറയാം അല്ലെ. വെർബ്. ഈ ചെയ്യുന്ന പ്രവൃത്തിയെ വെർബ് എന്ന് പറയാം. നമുക്കിപ്പോ സബ്ജക്റ്റിനെ പറ്റി നോക്കുക. ചെയ്യുന്ന ആള്, ഈ എന്ത് പ്രവൃത്തിയാണോ അത് ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് മെയിൻ ആയിട്ടുള്ള ആളല്ലേ. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയാം. നമുക്ക് ഓരോന്നിലും സബ്ജക്റ്റ് എന്ന് പറയാം. ഐ ലവ് യു സബ്ജക്റ്റ് ഞാൻ. ചെയ്യുന്നത് ആരാ? ഞാനാ. രണ്ടാമത്തെ ഷീ ലവ്സ് മീ. ആരാ? അവളാണ് സബ്ജക്റ്റ്. ഹി ലവ്സ് യു. സബ്ജക്റ്റ് ആരാ? അവൻ. വി ലവ് ദം. അതിലാരാ സബ്ജക്റ്റ്? പിന്നെ ദേ ലവ് us. അവർ. ഇതെന്താ? യു ലവ് ഹർ. യു. അപ്പോ ഇങ്ങനെയുള്ള ഓരോ സെന്റൻസിലും ഒരു കാര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എന്ത്? പ്രധാനപ്പെട്ട ഒരാള് അല്ലേ. പ്രധാനപ്പെട്ട ഒരാള് ഉണ്ട്. അതിന് നമ്മളൊരു പേരും പറഞ്ഞു. എന്തായിരുന്നു? സബ്ജക്റ്റ്. ഇങ്ങനെ ഒരു വാചകത്തില് പ്രധാനപ്പെട്ട ഒരാളുണ്ട്, അതിന് നമ്മള് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഈ സബ്ജക്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? സബ്ജക്റ്റ് എന്തെങ്കിലും ചെയ്യണ്ടേ? സബ്ജക്റ്റ് എന്താ ചെയ്തേ? മറ്റേതിൽ ഇതിൽ മൊത്തം എന്താ ചെയ്തേ? ലവ് ചെയ്തു അല്ലേ. ലവ് ചെയ്തു എന്ന് പറഞ്ഞാല് അയാള് വെർബ് ചെയ്തു, പ്രവർത്തിച്ചു. ലവ് എന്ന് പറഞ്ഞ വെർബ് ചെയ്തു. അപ്പൊ സബ്ജക്റ്റും പഠിച്ചു, വെർബും പഠിച്ചു അല്ലേ. ഓക്കെ, മനസ്സിലായോ? സബ്ജക്റ്റ്, വെർബ്. ഐ ലവ് യു. ഇതില് ഐ എന്ന് പറഞ്ഞത് സബ്ജക്റ്റ്, ലവ് എന്ന് പറഞ്ഞത് പ്രവൃത്തി, വെർബ്. പിന്നെ ആരെയാണ് സ്നേഹിച്ചത്? ഇല്ല, എന്തിനെയാണ് സ്നേഹിച്ചത്? ഞാൻ സ്നേഹിച്ചു. ആരെ? യു. അങ്ങനെ സംഭവം ഉണ്ട്. എന്തോ ഒരു സാധനത്തിന്, ഇല്ലേ വേറൊരാളെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പോലെ പറയാം. ഐ ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഇഷ്ടം എന്നുള്ള എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമാകുന്നു.
ആ ഇഷ്ടം എന്നുള്ള പ്രവൃത്തി ചെയ്തതാരാ? ഇഷ്ടപ്പെടുന്നു. ആ പ്രവൃത്തി ചെയ്താരാ? അപ്പൊ ഇതിനകത്ത് സബ്ജക്റ്റ് ആരാ? പ്രവൃത്തിയോ വെർബോ? ലൈക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോ ഐസ്ക്രീം എന്നുള്ളതോ എന്തിനാ ഇഷ്ടപ്പെടുന്നേ? എന്തിനാ? ആ സാധനത്തിന് വേണം നമ്മളൊരു ഒബ്ജക്റ്റ് പോലെ പറയത്തില്ലേ? അപ്പൊ അതിന് വേണം നമുക്ക് ഒബ്ജക്റ്റ് തൽക്കാലത്തേക്ക് പറയത്തില്ലേ? ഒബ്ജക്റ്റ് ഒരു സാധനം. അപ്പൊ സബ്ജക്റ്റ് പഠിച്ചു, വെർബ് പഠിച്ചു, ഒബ്ജക്റ്റ് പഠിച്ചു. ഇത്തരം കാര്യം പോരെന്ന് കുറച്ച് ഇങ്ങനെ പഠിച്ചാ പോലെ. ഓക്കെ, താങ്ക് യു.